പേര് ബിനോയ്. എൻ്റെ അമ്മ, വൈഫ്, എൻ്റെ സിസ്റ്റർ പെങ്ങൾ, 3 മക്കൾ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കനകമലയിൽ നിന്നാണ്. 2019 മൂന്നാം മാസം മാർച്ച് മാസമാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാനിവിടെ വരുവാനുള്ള സാഹചര്യം 2018 നവംബർ മാസം ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ വന്നു. ജോലി നഷ്ടപ്പെടാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്ക് വിയറ്റ്നാമിലേക്കൊരു ജോലി, വലിയൊരു ജോലി ഓഫർ ചെയ്തു, വലിയൊരു സാലറിയിൽ. ഞാൻ നാട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായി ഞാൻ പറ്റിക്കപ്പെട്ടു. എനിക്ക് വേറെ സാമ്പത്തിക സ്രോതസ്സൊന്നുമില്ല. ഒരു 9 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും ഉള്ളൂ, വേറെ വരുമാന മാർഗമില്ല. അപ്പോൾ ആ ജോലി ഞാൻ കാരണം തന്നെ റിസൈൻ ചെയ്തു. പുതിയൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ആ ജോലി കിട്ടിയില്ല. അപ്പോൾ വളരെ സങ്കടപ്പെട്ടു. നവംബർ മാസം കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, ജനുവരി, ഫെബ്രുവരി കഴിഞ്ഞു. ജോലിയൊന്നുമില്ല, ബാങ്ക് ബാലൻസ് തീർന്നു. ആ സമയത്താണ് അമ്മച്ചിയുടെ ഒരു അനിയൻ വഴി ഇങ്ങനെ കൃപാസനം നമുക്ക് പോകാം, ഇവിടെ വന്നു. ഞാൻ പ്രാർത്ഥനയിലും കുർബാനയിലൊക്കെ പങ്കെടുത്തു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം എനിക്കൊരു ജോലി, അതായിരുന്നു ഏറ്റവും വലിയത്. ഒരു ജോലി വേണമായിരുന്നു, അതായിരുന്നു ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ എൻ്റെ ആവശ്യം, എൻ്റെ പ്രാർത്ഥന, 8 വർഷക്കാലമായി എൻ്റെ വീട്, എൻ്റെ സ്ഥലം വിൽപ്പന നടത്തി മറ്റൊരു പുതിയ സ്ഥലവും വീടും മേടിക്കുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. കുടിവെള്ളമില്ല, വേനൽക്കാലത്ത് വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറി താമസിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ അമ്മയോടുള്ള രണ്ടാമത്തെ എൻ്റെ പ്രാർത്ഥന. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. ഇവിടെ നിന്ന് എൻ്റെ അമ്മയുടെ തന്ന തൈലം, ഉപ്പ്, മെഴുകുതിരി, പത്രം, ഇതെല്ലാം ഞാൻ കൊണ്ട് തിരിച്ചു പോയി. പത്രങ്ങളെല്ലാം വിതരണം ചെയ്തു. ഉപ്പ് എൻ്റെ പറമ്പിൽ അവിടെയൊക്കെ ഞാൻ ഇട്ടു. അതുപോലെ തന്നെ തൈലം എല്ലാ ദിവസവും ഞങ്ങൾ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാവരോടൊപ്പം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കാലത്തും വൈകിട്ടും എല്ലാം. മൂന്നാമത്തെ ദിവസം, ഇവിടെ വന്ന് പോയതിൻ്റെ മൂന്നാമത്തെ ദിവസം, ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി എറണാകുളത്തൊരു കാറിൻ്റെ ഷോറൂമിൽ പുതിയൊരു വണ്ടിക്ക് വേണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ഹുണ്ടായി കമ്പനിയിൽ നിന്ന്, ഖത്തറിൽ നിന്ന് വീണ്ടും എനിക്കൊരു കോൾ വന്നു. എനിക്ക് പുതിയൊരു ജോലിയുണ്ട്, വരാൻ പറ്റുമോ? ഞാൻ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ആദ്യത്തെ അത്ഭുതം അവിടെ സംഭവിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോയി, ഖത്തറിലേക്ക് പോയി. എൻ്റെ അന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളിവിടെ നിന്ന് കൊടുത്തിരുന്ന ഒരു കാര്യവും കറക്റ്റായിട്ട് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. കുർബാന കാണണം, മുടങ്ങാതെ ബൈബിൾ വായിക്കണം, കുമ്പസാരിക്കണം, ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ ജോലി സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും സമയ ബുദ്ധിമുട്ട് കൊണ്ടും പറ്റിയിരുന്നില്ല. ലീവിന് വരുമ്പോഴും എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ വരുവാനോ ഉടമ്പടി പുതുക്കുവാനോ സാധിച്ചിരുന്നില്ല. 4 വർഷത്തിന് ശേഷം, ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുൻപ് എൻ്റെ വീടും പുരയിടവും വിൽപ്പന നടക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുതിയൊരു സ്ഥലം എനിക്ക് മേടിക്കാൻ സാധിച്ചു. ഇവിടെ ഞാനിപ്പോൾ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ മാതാവിൻ്റെ അടുത്തൊരു രണ്ടാമതായിട്ട് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം. ഇനി പറയാൻ പോകുന്ന അത്ഭുതമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മാതാവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, കൂടുതൽ സ്നേഹിക്കുവാൻ തോന്നുന്നൊരു അത്ഭുതം. ഞാൻ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു അമേരിക്കയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് വന്നു. ഞാൻ വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസക്കാരനാണ്. ഇംഗ്ലീഷിൻ്റെ വാലുമുറി അറിയുള്ളൂ. അപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ വിദ്യാഭ്യാസം മസ്റ്റാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പറയാൻ അറിയണം. എനിക്ക് മലയാളം, ഹിന്ദി അല്ലാതെ ഒന്നും വേറെ ഒന്നും അറിയില്ല, കുറച്ച് അറബിയും. അങ്ങനെ കഴിഞ്ഞ ജനുവരി മാസം 15-ാം തീയതി എനിക്ക് ഖത്തറിലുള്ള US എംബസിയിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ വളരെ പ്രതീക്ഷയോടെ അപ്പോയിൻമെൻറ്റും പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കിട്ടിയില്ല, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. വളരെ ദയനീയമായി ഞാൻ പരാജയപ്പെട്ടു, തിരിച്ചു പോന്നു. വളരെ സങ്കടമായിരുന്നു. കാരണം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എൻ്റെ ഫാമിലിയിലും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്കയ്ക്ക് പോകാമെന്ന്. അപ്പോൾ പോകാൻ പറ്റാത്തതിൻ്റെ വലിയ സങ്കടം എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ സങ്കടങ്ങളൊക്കെ തീർന്ന് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് ഇറങ്ങി. അവിടെ തന്നെ വീണ്ടും കമ്പനി 1 മാസത്തിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ കമ്പനി പറഞ്ഞു, ഇനി ഖത്തറിലേക്ക് എംബസിയിലേക്ക് നിൻ്റെ ഇത് ആപ്ലിക്കേഷൻ എടുക്കത്തില്ല, നീ അതിന് വില്ലിങ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും കൗൺസിലേറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത് ചെന്നൈയിലാണ്, ഇപ്പോൾ ചെന്നൈയിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്തു. ഈ മാസം 2-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഇൻ്റർവ്യൂവിന്. അതിന് മുൻപ് 25-ാം തീയതി ആയിരുന്നു എൻ്റെ ബയോമെട്രിക്. അത് കഴിഞ്ഞു. 2-ാം തീയതി ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ അവിടെ ചെന്നു. 1-ാം തീയതി ചെന്നു. 1-ാം തീയതി ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിച്ചു. പിറ്റേ ദിവസം കാലത്ത് 10 മണിക്കാണ് ഇൻ്റർവ്യൂ. 10 മണിക്ക് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഞാൻ നേരത്തെ റെഡിയായി. പേടിയുണ്ട്, അപ്പോൾ കുറച്ച് നേരത്തെ റെഡിയായി. 8 മണിയായപ്പോഴേക്കും ഞാൻ റെഡിയായി ഇരുന്നു. ഞാൻ താമസിക്കുന്നിടത്ത് 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ പറഞ്ഞ കൗൺസിലേറ്റ് എംബസി. ഞാൻ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി ഫയല് എൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നെടുത്തു. ഈ ഹാൻഡ് ബാഗിന് ചരിത്രമുണ്ട്. ഈ ഹാൻഡ് ബാഗ് ചുരുങ്ങിയത് ഒരു 15 വട്ടമെങ്കിലും ഖത്തറിൽ പോയി തിരിച്ചു വന്നിട്ടുള്ള ബാഗാണ്. ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാനല്ല എന്നെ കൊണ്ടുപോയത്, എൻ്റെ സുഹൃത്തുക്കൾ പോകുമ്പോഴൊക്കെ ഈ ഹാൻഡ് ബാഗ് കൊണ്ടുവരും. അപ്പോൾ ഒരു ചരിത്രമാണ് ആ ഹാൻഡ് ബാഗിന്. അങ്ങനെ ഞാൻ ഈ ഹാൻഡ് ബാഗിൽ നിന്ന് എൻ്റെ ഫയലുകളെല്ലാം പുറത്തെടുത്തു. ഞാൻ ഒന്നുകൂടി മറച്ചു നോക്കി, അറിയണ ഭാഷ ഇംഗ്ലീഷിലൊക്കെ വെച്ച് ഞാൻ പഠിച്ചു. വീണ്ടും ഒരു പേനയ്ക്ക് വേണ്ടി എൻ്റെ ഹാൻഡ് ബാഗിൽ കൈയിട്ടപ്പോൾ ഇതേപോലൊരു തൈലം, ഈ തൈലം വന്ന് ഇതിൻ്റെ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇതിന് പുറത്തുള്ള ഈ സ്റ്റിക്കറില്ല. പച്ച അടപ്പനായിരുന്നു അതിനകത്തൊന്നുമില്ല, എംപ്റ്റി ആയിരുന്നു. 5 വർഷം മുൻപ് 2019 ഞാൻ വരുമ്പോൾ എനിക്ക് കിട്ടിയ തൈലം എൻ്റെ ഹാൻഡ് ബാഗിൽ കിടന്നു. പലവട്ടം ഖത്തറിൽ നിന്ന് ഈ ബാഗ് നാട്ടിൽ വന്നു പോയെങ്കിലും ഈ തൈലത്തിൻ്റെ എംപ്റ്റി ബോട്ടിൽ അതിലുണ്ടായിരുന്നു. ഞാൻ പേനയ്ക്ക് വേണ്ടി കൈയിട്ടപ്പോൾ ഈ ബോട്ടിൽ എൻ്റെ കയ്യിൽ കിട്ടി. അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ വലിയൊരു സംഭവത്തിനാണ് പോണേ. അപ്പം മാതാവ് എന്നെ നയിക്കുകയാണ് ഇതിൽ കൂടെ. തിരിച്ചു വരവാണ് എൻ്റെ മാതാവിലേക്ക്. ഞാൻ ആ ബോട്ടിലെടുത്തു. അതിൽ നിന്ന് എണ്ണ കിട്ടുമെന്ന് നോക്കി. ഒരു തുള്ളി കിട്ടി. ആ കിട്ടിയ തുള്ളി ഞാൻ നെറ്റത്ത് കുരിശ് വരച്ചു. വീണ്ടും ശ്രമിച്ചു, ഒരു തുള്ളി കൂടിയും കിട്ടി. ഞാൻ ആ തുള്ളി കൊണ്ട് നാക്കുമ്മ കുരിശ് വരച്ചു. റൂമിൽ നിന്ന് ഇറങ്ങി, ഫയലുകളില്ലാത്ത റൂമിൽ നിന്ന് ഇറങ്ങി. ഈ ബോട്ടിൽ തിരിച്ചവിടെ റൂമിൽ വെച്ചു. അടുത്ത എൻ്റെ ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയുടെ ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തിയപ്പോൾ വീണ്ടും എനിക്കൊരു ഉൾവിളി, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട, നിൻ്റെ നാവിലിരിക്കുന്നത് വലിയ ബ്രേക്ക്ഫാസ്റ്റാണ്, നീ പോയിക്കോളൂ, നീ ഇൻ്റർവ്യൂ പാസ്സാവും. ഞാൻ നടന്നു ഒരു 2 കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ട്. എംബസിയിലേക്ക് ചെന്നു. അകത്ത് കയറി. പല സ്ലോട്ടുകളുണ്ട്, ഭാഷ അറിയാത്തവർക്കുള്ള സ്ലോട്ടുകൾ. ഖത്തറിലത് ഉണ്ടായിരുന്നില്ല, എല്ലാം ഇംഗ്ലീഷ് മാത്രമായിരുന്നു. ഇവിടെ മലയാളികൾക്കും തമിഴന്മാർക്കും ഒക്കെ വേറെ വേറെ വഴിയുണ്ട്. ഞാൻ മലയാളികൾക്കുള്ള വഴികൾക്ക് കയറി നിന്നു, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അവിടെ ചെന്നു, കൗണ്ടറിൽ ചെന്നു. ഒരു ഇംഗ്ലീഷുകാരി, ഒരു മാഡം, നല്ല തടിച്ചിട്ട്, ഞാൻ കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി. ഇനി എന്തൊക്കെയൊക്കെ ചോദിക്കാൻ പോകണാവോ. ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ചോദ്യം, നിനക്ക് ഇംഗ്ലീഷ് അറിയോ? ഞാൻ പറഞ്ഞു ലിറ്റിൽ ബിറ്റ്, എനിക്ക് കുറച്ചൊക്കെ അറിയാം. ട്രാൻസ്ലേറ്റർ വേണം. അപ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരുന്നു, മാതാവേ എന്നെ എങ്ങനെയെങ്കിലും ഈ കടത്തി കിട്ടണേ. കാരണം എൻ്റെ ഫ്യൂച്ചറാണ്, എൻ്റെ കുടുംബം, എൻ്റെ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഫ്യൂച്ചറാണ്. അതുകൊണ്ട് എങ്ങനെ ഈ കടന്നു കിട്ടണേ. 1 രൂപ ചിലവില്ലാതെയാണ് ഞാൻ ഈ അമേരിക്കയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. എല്ലാം എൻ്റെ കമ്പനിയെ കൊണ്ടുപോകണേ. അപ്പോൾ അത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞാൻ ആ നേരം വരെ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ കൗൺസിലേറ്റർ ചോദ്യങ്ങൾ ചോദിച്ചു. പലത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. പല കാര്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ഒരു ട്രാൻസ്ലേറ്ററിന് തന്നായിരുന്നു. മലയാളം സംസാരിക്കുന്ന ഒരു ചേച്ചി തന്നായിരുന്നു. ആൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ഈ കൗൺസിലറിന് മനസ്സിലായില്ല ഇതെന്താണ് വിസ. എൻ്റെ വിസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. B1 ഇൻലേ ഓഫ് H1B, അങ്ങനൊരു വിസയാണ്. B1 എന്ന വിസ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസ. H1 വിസ എന്ന് പറഞ്ഞാൽ ജോബ് വിസ. ഇത് രണ്ടും അല്ലാത്തൊരു വിസയാണ് എൻ്റെ വിസ. B1 ഇൻലേ ഓഫ് H1B. ഞാൻ പോലും കേട്ടിട്ടില്ല, അവരും കേട്ടിട്ടില്ല, ഈ കൗൺസിലറും കേട്ടിട്ടില്ല. അതാണ് സംഭവം. ഇപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഇതെന്താ വിസ, നീ എന്തുകൊണ്ട് B1ലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ H1 വിസയ്ക്ക് പോകുന്നില്ല, എനിക്ക് അതിന് പോയിക്കൂടെ, നീ ജോലിക്കല്ലേ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ കമ്പനി എടുത്ത് തന്നെ. അവർക്ക് ആ കൺഫ്യൂഷനായി. അവസാനം കമ്പനിയുടെ ഒരു പ്രൂഫ് ലെറ്റർ എൻ്റെ ഉണ്ടായിരുന്നു. ഒരു കമ്പനി USA ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൂഫ് ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലെറ്റർ ഇങ്ങനെ ഷോ ചെയ്തു. അപ്പോൾ കമ്പനിയുടെ ലോയർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ ഷോ ചെയ്യാൻ നിനക്ക് പറ്റൂ, ഈ ലെറ്റർ അകത്തേക്ക് മേടിക്കത്തില്ല, അതവിടെ നിയമമില്ല, നിൻ്റെ പാസ്പോർട്ട് മാത്രം അകത്ത് മേടിക്കത്തുള്ളൂ, ഈ ലെറ്റർ മേടിക്കത്തില്ല. പക്ഷേ എൻ്റെ ഭാഗ്യം, മാതാവ് അവിടെയും പ്രവർത്തിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഈ ലെറ്റർ അകത്തേക്ക് മേടിച്ചു, ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ.
എന്നിട്ടും ഈ മേഡത്തിന് മനസ്സിലായില്ല ഇതിൻ്റെ സംഭവം എന്ന്. മേഡം ഈ ലെറ്ററും ഈ പാസ്പോർട്ടും ഇരുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ പ്രാർത്ഥന മാറി. അത്ര നേരം വരെ എനിക്കറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചറിഞ്ഞു. അവിടെ വെച്ച് എൻ്റെ പ്രാർത്ഥന മാറി. ഞാൻ പ്രാർത്ഥിച്ചത് ആ മേഡത്തിന് വേണ്ടിയായിരുന്നു. പിന്നെ മാതാവേ, ഈ മേഡത്തിൽ കൂടെ നീ പ്രവർത്തിക്കണമേ, ഇത് മനസ്സിലാക്കി കൊടുക്കണമേ, ഇതിൻ്റെ സംഭവം എന്ന്. ഈ വിസ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം, എനിക്ക് എങ്ങനെയും കടന്നുകൂടി പോകണം. അത്ഭുതമെന്ന് പറയട്ടെ, 5 മിനിറ്റ് ശേഷം തിരിച്ചു വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, യുവർ വിസ ഈസ് ഇഷ്യൂഡ്. എനിക്ക് ചാടണം തോന്നി, അവിടെ നിന്നിട്ട് തുള്ളി ചാടണം തോന്നി. കാരണം 5 വർഷത്തിന് ശേഷവും എന്നെ മാതാവ് 2 കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് കരയാൻ തോന്നുന്നുണ്ട്. എന്നെ മറന്നിട്ടില്ല. ഞാൻ വിട്ടുപോയ എൻ്റെ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് നീ വീണ്ടും എന്നിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വരുത്താൻ വേണ്ടി മാത്രമായി ഈ കുപ്പി എൻ്റെ കയ്യിൽ 5 വർഷമായി എൻ്റെ ബാഗിൽ കിടന്നു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മാതാവിൽ നിന്ന് ഈശോയിൽ നിന്ന് വിട്ടുപോകില്ല. ഇതെൻ്റെ മാതാവിൻ്റെ ഈശോയുടെ മുമ്പിൽ നിന്ന് ഞാൻ സത്യം ചെയ്യുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകം 24:13 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ഇന്ന് ഇവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. പറഞ്ഞ് നാം കേട്ട ഈ സാക്ഷ്യം വിശുദ്ധ ഗ്രന്ഥ ഭാഗവുമായിട്ട് നാം നോക്കുമ്പോൾ തൻ്റെ മെറിറ്റല്ല, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. അതെങ്ങനെയാണ് ഇവിടെ പ്രതിഫലിച്ച് കാണുക? തനിക്കൊന്നുമില്ല, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഈ മകൻ ഇവിടെ വ്യക്തമാക്കി. തനിക്ക് ലാംഗ്വേജ് ഇല്ല, എന്നാൽ തൻ്റെ യോഗ്യതയോ ലാംഗ്വേജോ അല്ല, ഈശോയുടെ കൃപ, ആ കൃപയിലൊന്നു മാത്രം. അതുകൊണ്ടാണ് കൃപ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുക. നമ്മുടെ അയോഗ്യതയിലാണ് ദൈവത്തിൻ്റെ കൃപ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ 5 വർഷത്തിന് മുൻപ് ഉടമ്പടി എടുത്തതാണ്, പിന്നീട് ഒന്നും ചെയ്തില്ല, അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നു? എന്നാൽ ദൈവം മറന്നില്ല, അമ്മ മറന്നില്ല. അമ്മയ്ക്കറിയാം ഈ മകൻ തിരിച്ചു വരുമെന്ന്. ധൂർത്തപുത്രനെ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ അമ്മ ഈ മകനൊരു ചാൻസ് കൊടുത്തു. തൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയായിരുന്നു എല്ലാം നാം വ്യക്തമായിട്ട് കേട്ടതാണ്. ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നു, പിന്നീട് ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടിയിട്ട് മാത്രം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മകൻ ഇവിടെ നിന്ന് പോവുകയാണ്. താൻ പോകുന്നത് എന്നത്തേക്കാണ് പോകുന്നത്? ഞാനത് പറയാനുമായിട്ട് പോയി. വരുന്ന ശനിയാഴ്ച 27-ാം തീയതി വൈകിട്ട് 10:15 ആണ് എനിക്ക് ഫ്ലൈറ്റ്. ഞാനിവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് കാലിഫോർണിയയിൽ നിന്ന് ലോക്കൽ ഒരു ഇതായിരുന്നു, മറന്നുപോയി. പോകുന്നു, ശനിയാഴ്ചയാണ് പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുക? നമുക്കൊന്നും വേണ്ട, നാം വെറും 0 ആയിരുന്നാൽ മാത്രം മതി. ആ 0 ആണെന്ന് നാം അംഗീകരിക്കണം. അവിടെയാണ് ദൈവം നമ്മെ എടുത്തുയർത്തുക. നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്, ഒത്തിരിയേറെ തളർന്നവരാണ് നാം. അങ്ങനെയുള്ളവരാണ് കൃപാസനത്തിലേക്ക് വരിക. അമ്മ പ്രത്യക്ഷപ്പെട്ട ഭൂമിയാണിത്. ഇവിടെ നടക്കാത്ത സംഭവങ്ങളില്ല, അത് നമുക്ക് മറക്കാതിരിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.